കുരുവി വരു കുരുവി വാഴക്കൈയിൽ ഇരുകുരുവി തകിരി തര. നീ ഇതെവിടെ പോയിരുന്നു മോനെ? കണ്ടില്ലായിരുന്നു. ഞാൻ പറമ്പിൽ പോയിരുന്നത്. 2 തേങ്ങ കിട്ടി. ചാറ്റിൽ ഉണ്ട്. അമ്മക്ക് അതെ ഇത് കണ്ടോ? ഇത് വാങ്ങിച്ചോ? ചക്കയും കിട്ടി. ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് താഴെ പോയിട്ട് പക്ഷെ ഇത് കിട്ടിയത് വലിയ ഭാഗ്യേ. ഇപ്പൊ 3 ചക്കയും കൂടെ കിട്ടിയതായി. ഈ ചക്ക കൊണ്ടത്തിന് പായസോ? അതെന്ത് മോനറിയത്തില്ലേ? ഇല്ല. കടച്ചക്ക പായസം വെച്ച് അമ്മ കാണിച്ചു തരാം. കടച്ചക്കം പായസം? കടച്ചക്ക പായസം അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ട് മോനെ. മഴ അനഞ്ഞോടെ? ഇല്ലമ്മ, ഞാൻ മഴ അനങ്ങില്ല. അയ്യോ, ഞാൻ തൊപ്പിച്ചുകൊണ്ട് ഞാൻ അനങ്ങില്ല. ചായ അമ്മയ്ക്ക്? അമ്മയ്ക്ക് കാട്ടില്ല. ഇല്ല. അപ്പൊ ചായയും കുടിച്ചിരുന്നു. അത് കൂട്ടുകാരെ, അപ്പൊ കടച്ചക്കം ഉണ്ട്, പായസം ഉണ്ടാക്കുന്നെന്ന് പറയുന്നേ. അപ്പൊ മെഴുക്കുരട്ടി ഉണ്ടാക്കാന്നാ പറയുന്നേ. അപ്പൊ എന്തായാലും നമുക്ക് കടച്ചക്ക കൊണ്ട് നമുക്ക് പാവങ്ങളെ ഞങ്ങൾക്ക് പാടത്ത ചോറ് തരാമോ, പാവങ്ങളെ ഞങ്ങൾക്ക് പാടത്ത ചോറ് തരാമോ, പായസം ഉഗ്രം പായസം വെച്ച് തരാം. അപ്പൊ അമ്മ കടച്ചക്ക എടുത്തിട്ട് ഇത് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊത്തി അരിഞ്ഞ് വെച്ചേക്ക്. ഇത് പായസത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ബാക്കി ഇപ്പം നമ്മൾ എന്തായാലും നമ്മൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി കുറച്ച് പരിപാടികളുണ്ട്. ഇനി എന്താ അമ്മ ചെയ്യണ്ടേ? അപ്പോൾ നമ്മൾ തേങ്ങ പൊട്ടിക്കണം കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞ് തേങ്ങ പൊട്ടിക്കണം, തേങ്ങ ചിരുവി എടുത്താൽ പാലെടുക്കണം, എങ്കിലേ നമുക്ക് കടച്ചക്ക പായസം ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇനി തേങ്ങ പൊട്ടിക്കാനുള്ള ഒരു പരിപാടിയാണ്. തേങ്ങ തിരുവാനുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് കഴിവയ്യ, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ തേങ്ങ പൊട്ടിക്കാം. എന്തായാലും നമ്മൾ തേങ്ങ പൊടിച്ചത് അതിൻ്റെ വെള്ളം എടുക്കാം കേട്ടോ. തേങ്ങ വെള്ളം ഇത് തേങ്ങ വെള്ളം എടുത്ത് നമ്മൾ തേങ്ങയൊക്കെ പൊട്ടിച്ച് ഫ്രഷ് തേങ്ങ കേട്ടോ. ഇതിൽ വെള്ളം കുറവാണ് കേട്ടോ. ഇതില് തേങ്ങ വെള്ളം ഒഴിക്കണം കേട്ടോ. നമുക്ക് ഗ്ലാസ് കൊടുക്കും. അപ്പം എന്തായാലും നമ്മൾ വാട്ടി കൊടുത്ത് തേങ്ങ വെള്ളം ഒഴിക്കണം. കിടക്കും തേങ്ങ അമ്മ വേണോ? അമ്മ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും കുടിക്കണം. തേങ്ങ തിരുവാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. നമ്മുടെ അടച്ചക്കയ്ക്ക് വേണ്ടി നമ്മൾ തേങ്ങ തിരുവണം. നമ്മൾ തേങ്ങ തിരുവിയാലേ ശരിക്കും പറഞ്ഞാൽ ചക്കയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഫുൾ തേങ്ങ ചിരുവി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി എന്തായാലും പായസം വെക്കാനുള്ള സെറ്റപ്പാണ് കേട്ടോ. ഹായ് കൂട്ടുകാരെ. അപ്പൊ അത് അമ്മ ഹായ് പറയണത്. അമ്മ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കുറച്ച് തേങ്ങയൊക്കെ എടുത്ത് മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ വേണ്ടി തേങ്ങാപ്പാൽ അറിഞ്ഞു കിട്ടിയമ്മ? കുറച്ചുകൂടി അറിയാം. ഇതൊന്നും എല്ലാം പിഴിഞ്ഞെടുക്കുകയാണല്ലേ തേങ്ങാപ്പാലിന്. അപ്പൊ തേങ്ങാപ്പാൽ എടുക്കണമെന്ന് അമ്മ പറയുന്നത് കേട്ടോ. നമ്മുടെ ഈ അടച്ചക്ക പായസം ഉണ്ടാക്കാൻ കുറച്ച് തേങ്ങാപ്പാലിന്റെ ആവശ്യമുണ്ട്. പായസത്തിന് ഏലക്കയും കൂടെ കുറച്ച് ഇടണമെന്നാണ് പറഞ്ഞത്. എങ്കിൽ ഒരു ടേസ്റ്റ് ഒക്കെ ഒന്ന് അറിയാൻ. അപ്പം നമ്മൾ ഏലക്കയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏലക്ക നമ്മൾ ഇത് പൊടിച്ചെടുക്കണം. പൊടിച്ച് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. തേങ്ങാപ്പാലിനകത്ത് കടച്ചക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ. കടച്ചക്ക ഇതുപോലെ ഒന്ന് തിളച്ച് വരണം, എങ്കിൽ പായസമൊക്കെ ഒന്ന് റെഡിയായി വരും. അതുപോലെ നല്ലതുപോലെ വേഗണം എന്നാണ് അമ്മ പറയുന്നത്. അതുപോലെ വേഗണമെന്ന് അമ്മ പറയുന്നത്. അപ്പം നല്ല പോലെ ഒന്ന് തിളച്ച് കിട്ടണം, നല്ല വെന്ത് കിട്ടണം. കടച്ചക്ക നല്ലതുപോലെ വെന്ത്. അമ്മ അതെന്തോ അമ്മ? അതെന്തിനമ്മ? ഏതിന്? പായസത്തിനോ? പായസത്തിന് അരിപ്പൊടി വേണമെന്നാ പറയണ. അപ്പൊ അതും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കൊഴുപ്പ് കിട്ടുമെന്നാ പറയുന്നത്. എങ്കിലേ കുറച്ച് ടേസ്റ്റ് കിട്ടത്തുള്ളു. അല്ല കൂട്ടുകാരെ, അമ്മ ഈ തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോകട്ടെ. തേങ്ങാപ്പാൽ പിന്നെയും ഒഴിക്കണം അല്ലേ? നമ്മൾ ആദ്യം ഒഴിച്ച് അതിൽ നല്ല വെന്ത് കഴിഞ്ഞ ശേഷം പിന്നെയും നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കണം എന്ന് അമ്മ പറയുന്നത്. അപ്പൊ അമ്മ തേങ്ങാപ്പാൽ പിന്നെയും ഒഴിക്കുക കേട്ടോ. എങ്കിൽ കുറച്ചുകൂടി അത് വെന്തതിന് ശേഷമാണോ അമ്മ? വെന്തതിന് ശേഷം പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കണം കേട്ടോ. എന്നാമ്മേ? ശർക്കര ഒഴിക്കുക കേട്ടോ. ശർക്കര അതിനകത്ത് കുറച്ച് ഒഴിക്കുക. എത്ര സ്പൂൺ ഒഴിക്കണം? ശർക്കര ഉരുക്കി വെച്ചേക്കണം. ഉരുക്കി വെച്ച് നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ഉരുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ശർക്കര കൊണ്ട് നമുക്ക് ഉപയോഗം കൊണ്ട് ഉരുക്കി വെച്ചിരുന്നാൽ മതി. ശരിയാ കേട്ടോ. ഇതുമേലിട്ട് ഇളക്കുന്നത് നമ്മുടെ എനിക്കൂടി അമ്മ വന്ന ടേസ്റ്റ് തരികണ. ഇവിടെ പൊടിച്ചു വെച്ച ഏലക്കയും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇത് ഏലക്കയും കൂടെ ഇട്ടതിന് ശേഷം അതൊന്ന് ഇളക്കുക, ഇളക്കി മറിക്കുക.
അമ്മ പറഞ്ഞേക്കുന്നത് ഈ കടച്ചക്ക എടുത്തിട്ട് അതുമേൽ പാല് വെച്ചൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ ആ കടച്ചക്ക നല്ലതായിട്ടൊന്ന് നല്ല വന്നതിന് ശേഷം പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം മാത്രമാണ് പിന്നെ അതിലേക്ക് ഇത് നമ്മുടെ ശർക്കര ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ശർക്കര ഉരുക്കി വെച്ചതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഏലക്ക ഒന്ന് പൊടിച്ചതും കൂടെ അതിൽ മിക്സ് ചെയ്യുക. ഇതിൽ കുറച്ചുകൂടി കൊഴുപ്പ് കിട്ടാൻ വേണ്ടി നമ്മുടെ അരിപ്പൊടിയില്ലേ, അരിപ്പൊടിയും കൂടെ കുറച്ച് അതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് എടുക്കാവൂ, 1 സ്പൂണിനുള്ളത് മാത്രമേ നമ്മൾ എടുക്കാവൂ. അത്രയും എടുത്ത് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു കൊഴുപ്പും കൂടെ കിട്ടാനുണ്ട് സത്യം, അല്ലെങ്കിൽ വെറും വെള്ളം പോലെ ആയിപ്പോൾ. ഇതിന് ചെറിയൊരു ടിപ്പ് എന്ന് പറയുന്നത് അതിലൊരു അരിപ്പൊടി ചേർക്കുന്നതും കൂടെയാണ് കേട്ടോ. പായസം റെഡി ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അമ്മ. അതെ, പായസം ഫുള്ള് റെഡി ആയിട്ടുണ്ട്. കടച്ചക്ക കൊണ്ട് ഉണ്ടാക്കിയ പായസമാണ് അമ്മ ഉണ്ടാക്കിയത്. ഇതാണ് കടച്ചക്ക പായസം കണ്ടോ. ഇത് ഫുള്ള് കടച്ചക്ക ഇങ്ങനെ നീളത്തിനരിഞ്ഞിട്ടാണ് അമ്മ പായസം ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് എന്തായാലും അമ്മ സ്പെഷ്യലായിട്ടുണ്ടാക്കിയ എൻ്റെ അമ്മ സ്പെഷ്യലായിട്ടുണ്ടാക്കിയ കടച്ചക്ക പായസമാണ്. ഞാൻ കുടിച്ചോട്ടെ. പൊളി, ഒന്നും പറയല്ല, അടിപൊളി ടേസ്റ്റ്. ഇതുപോലെ നിങ്ങളും കടച്ചക്ക കിട്ടുകയാണെങ്കിൽ ഒരു പായസം നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കൂ. വലിയ സിമ്പിൾ ഉള്ളൊരു കാര്യമാണ്, ഒരുപാട് ഇതൊന്നുമില്ല ഇതിൽ. ചക്ക നല്ല മൂത്തതായിരിക്കും, പക്ഷെ എല്ലാം അടിപൊളി പായസം. നല്ല മഴയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു പായസം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം, ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബായ് പറയുമ്പോൾ അവർ കടച്ചക്ക പായസം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ പറഞ്ഞാൽ എല്ലാവർക്കും ബൈ.